ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു പുതിയ വീഡിയോയും നമ്മുടെ ചാനലുമാണ് കേട്ടോ. അങ്ങനെ പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഇപ്പം നമ്മളൊരു നല്ലൊരു ഒരു കൂട്ടായ്മ പോലെയൊക്കെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. 1000 സബ്സ്ക്രൈബേഴ്സും 1000 കഴിഞ്ഞു കേട്ടോ. അത്രയും സബ്സ്ക്രൈബേഴ്സും ഇനിയും വരാനുള്ളവരും എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺവെർസേഷൻ നടത്താൻ പാകത്തിന് നമ്മുടെ ഡൗട്ട്സൊക്കെ പറയാനും നല്ലൊരു ഒരു ഹാപ്പി കമൻസിൻ്റെ ഇതൊക്കെ കാണാനാണ് കേട്ടോ എനിക്കിഷ്ടം. അല്ലാതെ കുറേ കുറ്റവും കുറവും അതൊന്നും എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. വളരെ സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തതും അറിയുന്നതും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന പോകുന്ന ഒരു ചാനൽ. അതാണ് കേട്ടോ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പം ഇനിയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ഫാമിലിയിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു മെയിൻ കാര്യം, അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നേരം പോക്കിനൊക്കെ ഇരുന്ന് കാണാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോപ്പറിനെ കുറിച്ചാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മേടിച്ച ഒരു ചോപ്പറാണ് കേട്ടോ ഇത്. ഇപ്പോഴും ഞാൻ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ഇത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോപ്പ് ചെയ്യാൻ അത് പിടിച്ച് വലിച്ചില്ലെങ്കിൽ അതിൻ്റെ എന്താണ് പറയുന്നത്, ആ വള്ളി പോലിരിക്കുന്ന സംഭവം തേഞ്ഞു പോകുന്നത്. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നേരെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചാണ് കേട്ടോ ചോപ്പ് ചെയ്യുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ടും ഒന്നും പിടിക്കില്ല. നേരെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് ഞാൻ അത് വലിച്ചാണ് കേട്ടോ ഇത് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 150 റുപ്പീസിന് ഒരു ഓഫർ പ്രൈസ് വന്നപ്പോൾ ഒരു 3 എണ്ണം എന്തോ ഞാൻ മേടിച്ച് വെച്ചു. ഒരെണ്ണം ഞാൻ ആർക്കോ കൊടുത്തു. ആർക്കോ ഞാൻ കൊടുത്തു കേട്ടോ. ഒരെണ്ണം ആരോ ചോദിച്ചപ്പോൾ കൊടുത്തു. പിന്നെ 2 എണ്ണം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഒരെണ്ണം ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരെണ്ണം ഞാൻ സേഫായിട്ട് ഇപ്പോഴും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചോപ്പറിൽ ചോപ്പ് ചെയ്യുമ്പോൾ അത് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കട്ടിയുള്ള ഏതെങ്കിലും വെജിറ്റബിളൊക്കെ ഇടുമ്പോൾ നമുക്ക് വലിക്കാൻ പറ്റാതാവും. അപ്പോൾ ആ അടപ്പിൻ്റെ ബാക്ക് വശത്ത്, അതായത് ഉള്ളിൽ ഒരു വൈറ്റ് കളറിലെ സംഭവമുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് തട്ടി ആട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റക്കാവുന്ന സംഗതി അങ്ങ് മാറിക്കിട്ടും കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ക്യാബേജ് കൈകൊണ്ട് അരിയുമായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ ക്യാബേജും പപ്പായയൊക്കെ കൈകൊണ്ട് അരിയുന്നതിനേക്കാളും ഇപ്പം നല്ലതായിട്ട് തോന്നുന്നത് ഈ ചോപ്പറാണ് കേട്ടോ. നമ്മൾ കുഞ്ഞതായിട്ട് അത് കട്ട് ചെയ്തിട്ട് ഈ ചോപ്പറിലിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലത്തെ പീസസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മളുടെ തോരൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കുഴയാതെല്ലാം ഒരേപോലെ കിട്ടുകയും ചെയ്യും കേട്ടോ. എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. ഈ ചോപ്പർ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇനിയും മേടിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഒരു 150 രൂപ ഉള്ളായിരിക്കും ഇപ്പോഴും എന്ന് എനിക്ക് തോന്നുന്നു. പറ്റുകയാണെങ്കിൽ മേടിക്കണം കേട്ടോ. നമുക്ക് രാവിലെയൊക്കെ ജോലിക്ക് പോവുകയാണെങ്കിലും വേറെ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ എളുപ്പം നമുക്ക് തോരനൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തോരൻ ഞാൻ മുളക് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കുഞ്ഞുള്ളത് കൊണ്ടാണ് കേട്ടോ. എരിവ് അഥവാ തോന്നിയാലും നമുക്ക് പെറുക്കി കളയാമല്ലോ. ആ തോരൻ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങായും കുറച്ച് മഞ്ഞൾപ്പൊടിയും, വീട്ടിലെ മഞ്ഞളായതുകൊണ്ട് ഭയങ്കര കളറായതുകൊണ്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഒരല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തു. എന്നിട്ട് ഈ ക്യാബേജുമായിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ തിരുമ്മി മിക്സ് ചെയ്തു. എന്നിട്ട് തവ വെക്കുക, എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഒരു കഷ്ണം വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടുക. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചു. വെള്ളം ഒഴിക്കുന്നേ ഇല്ല കേട്ടോ. അതാണ് നമ്മളുടെ തോരൻ്റെ ടേസ്റ്റ് കൂടാനുള്ള ഒരു ടിപ്പ്. ഒന്നിലും ഞാനങ്ങനെ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നിലും വെള്ളം ഒഴിക്കില്ല. അപ്പോൾ തോരനൊക്കെ നല്ല അടിപൊളിയായിട്ട് കുഴയാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എനിക്ക് പെട്ടെന്ന് കുക്കിംഗ് ചെയ്ത് തീർക്കുകയും വേണം. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പം തൊട്ടേ മമ്മിയെ കണ്ട് ശീലിച്ചത് കൊണ്ടായിരിക്കും അങ്ങനെ. ഇപ്പോൾ ഈ തോരൻ്റെ ഒരു സെറ്റപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം വരുമെന്ന് എനിക്കറിയില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും തോരൻ ഇങ്ങനെ ചെയ്താൽ കേട്ടോ. പണ്ടൊക്കെ ഞാനാണെങ്കിൽ പപ്പായ ഗ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിലിട്ട് ഗ്രേറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം പപ്പായ ഈ ചോപ്പറിലിട്ടാണ് ചോപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരേപോലെ ഒരേ സൈസിൽ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടാനും ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പറ്റുന്നവരൊക്കെ ഇതേലെ ഒരു ചോപ്പർ മേടിച്ചോ. ഇതിൻ്റെ പേര് ഗണേശൻ എന്നാണ് തോന്നുന്നു ആ ചോപ്പറിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. എന്നും എടുക്കുമെങ്കിലും ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്ന ആളല്ല കേട്ടോ. അങ്ങനെ ഒരു വലിയൊരു കുഴപ്പം എനിക്കുണ്ട്. ഡെയിലി യൂസ് ചെയ്യുന്ന സാധനത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് പോലും ചിലപ്പോൾ ചിന്തിക്കില്ല. പക്ഷേ സംഗതി ഇതാണെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മതിൽ വീണു പോയത് എപ്പോഴും ഞാൻ പറയുന്നതാണ്. വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ നമ്മളുടെ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം മതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 കോട്ട് പെയിൻറ്റിങ്ങും ഒക്കെ കഴിച്ചപ്പോൾ നല്ല രസമായി ഇപ്പോൾ കാണാൻ. നേരത്തെയും അതിൽ ഇതുപോലൊക്കെ തന്നെയാണ് നിന്നത് കേട്ടോ. പക്ഷെങ്കിൽ എന്താണെന്നറിയില്ല, അതിൻ്റെ കെട്ട് ശരിയായിരുന്നില്ലെന്ന് തോന്നുന്നു. അത് സംഗതി ഉരുണ്ട് വീണു. ഒരു 15 വർഷമായ മതിലായിരുന്നു കേട്ടോ. അപ്പോൾ
നമ്മളുടെ ഇത് ഞാൻ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുക്കളയിലെ വേസ്റ്റും ഉള്ളിത്തൊലിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കും. ഇത് നമ്മളുടെ മെക്സിക്കൻ കൊറിയാണ്ടറാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ സൈഡിൽ നമ്മളുടെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എന്താ രസമല്ലേ. ബ്രിഞ്ചാളും ലേഡീസ് ഫിംഗറും നമ്മളുടെ കൊറിയാണ്ടർ ലീഫും ഒക്കെ നിൽക്കുന്നത് കാണാൻ എനിക്ക് ഈ പച്ചക്കറിയൊക്കെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനെയൊക്കെ അതുപോലെ കെയർ ചെയ്താൽ മാത്രമേ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഫുൾ പുഴുക്കേടൊക്കെ ആയിരിക്കും കേട്ടോ. പുഴുവൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ആ ഇല പിച്ചി അതങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കണം. പറ്റുകയാണെങ്കിൽ തീയൊക്കെ ഉണ്ടെങ്കിൽ തീക്കകത്തിലോട്ട് ആ പുഴുവിനെ അങ്ങ് ഇട്ടാൽ മതി. ദ്രോഹമാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമുക്ക് നമ്മളുടെ പച്ചക്കറിയല്ലേ വലുത്. നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട് നട്ട് പിടിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ നല്ല അധ്വാനവും കഷ്ടപ്പാടും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്യാബേജ് തോരനായി. ഇനി നമ്മളുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ വാഴക്കൊലയല്ല, സോറി, വാഴക്കൂമ്പെന്നാണ് കേട്ടോ പറയാൻ വന്നത്. അത് കൊലയായിപ്പോയി. വാഴക്കൂമ്പ് എടുക്കുന്നില്ല. വാഴക്കൂമ്പ് കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കിയായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇത് എന്താണ്, ഇതിനെ നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റോബസ്റ്റയുടെ കായാണ് കേട്ടോ. നമ്മളുടെ പൂവൻ്റെ കായും നമ്മൾ എടുക്കാറുണ്ട്, പക്ഷേ അത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് കല്ലിച്ചതുപോലെ ഇരിക്കും മെഴുക്കുവരട്ടി ആക്കി കഴിയുമ്പോൾ. ഇതാണെങ്കിൽ നല്ല വെണ്ണക്കട്ടി പോലെ ഇരിക്കും കേട്ടോ. വെണ്ണ കഴിക്കുന്ന പോലെ ഇരിക്കും. നല്ല രസമാണ് കേട്ടോ റോബസ്റ്റയുടെ കായുടെ മെഴുക്കുവരട്ടി. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളിതുപോലെ കാ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമ്മളിതിനെ ചിലപ്പോൾ പൊതിഞ്ഞ് നിർത്താറുണ്ട്. കാരണം വേറെ ഒന്നും എന്താണ് പക്ഷികളൊന്നും വന്ന് കഴിക്കാതിരിക്കാൻ നമ്മൾ പൊതിഞ്ഞ് നിർത്താറുണ്ട്. അപ്പോൾ അതേ നല്ല കായാണ് കേട്ടോ. എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടും. ഒന്നും കടിക്കാതെ നല്ല നീറ്റ് കായാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ പകുതിയും നമ്മൾ നെയ്ബേഴ്സിന് കൊടുക്കും, ബാക്കി നമ്മൾ എടുക്കും. കാരണം കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ വിലയില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് കടയിൽ കൊടുത്തായിരുന്നു, പക്ഷേ കൂടുതലും നമ്മൾ നെയ്ബേഴ്സിന് തന്നെ ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കരിങ്കോഴിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പെടക്കോഴിയുണ്ട്. അപ്പോൾ ഇന്ന് ആ പെടക്കോഴി മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. പറ്റുകയാണെങ്കിൽ ഞാൻ അടുത്ത ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മളുടെ കരിങ്കോഴിയുടെ മുട്ട കാണിക്കാം. ഭയങ്കര ഗുണമുള്ള മുട്ടയാണ് കരിങ്കോഴിയുടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ കേട്ടോ.